ബർമയിലെ പലാട്ട നമ്മുടെ പൊറോട്ടയിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു ഡിഷാണ്. 1942 ബ്രിട്ടീഷുകാരിൽ നിന്ന് ജപ്പാൻ ബർമ പിടിച്ചെടുത്തതോടുകൂടി തിരുവിതാംകൂറിലേക്കുള്ള അരി വിതരണം പൂർണ്ണമായും നിലച്ചു. തിരുവിതാംകൂർ ആ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക മുന്നേറ്റം മുന്നിൽ കണ്ട് കയറ്റുമതിക്ക് ആവശ്യമായ നാണ്യവിളകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അരി തീരെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. അതോടെ കടുത്ത ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണങ്ങൾക്കും തിരുവിതാംകൂർ സാക്ഷ്യം വഹിച്ചു. ഈ പട്ടിണി മരണങ്ങൾ അവസാനിപ്പിക്കാൻ ഗോതമ്പും മൈദയും ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഗവൺമെന്റും പ്രോത്സാഹിപ്പിച്ചു. ആ കാലത്താണ് ശ്രീലങ്കയിൽ നിന്നുള്ള ബീച്ച് പൊറോട്ട വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ വഴി തിരുവിതാംകൂറിൽ എത്തുന്നത്. അവിടെ നിന്ന് മലബാറിലേക്കും ഇത് പ്രചരിച്ചു. അതേ കാലയളവിൽ ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിലെ തമിഴ് കുടിയേറ്റ തൊഴിലാളികളിൽ നിന്നും തമിഴ്നാട്ടിലും പൊറോട്ട പരിചിതമായി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കുടിയേറ്റക്കാരിൽ നിന്ന് ബർമയിലെ പലാട്ടയായും മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയും റൊട്ടി ചെനായായും ട്രിനിഡാഡിൽ ബസബ് ഷട്ട് എന്ന പേരിലും പൊറോട്ട സുപരിചിതമായി. അങ്ങനെ നൂറ്റാണ്ടുകളായി അരിവിഭവങ്ങൾ മാത്രം കഴിച്ചു ശീലിച്ചിരുന്ന മലയാളികൾക്കിടയിൽ മൈദ ചേർത്ത പൊറോട്ട ജനപ്രിയമായി. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ഡു ഫോളോ ലിറ്റിൽ ടേൽസ്.